ചെമ്പനീർപ്പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 250 ജോഡി തികക്കാൻ വേണ്ടിയിട്ട് 2 പേര് കുറവുണ്ടെന്ന് പറയില്ലേ. അപ്പോൾ സച്ചിയെ നോക്കിയിട്ട് ആ രാഷ്ട്രീയക്കാരൻ പറയും, ഒരാളെ ഇവനെ ആക്കി ഇവനെ നമുക്ക് കെട്ടിക്കാലോ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, ഞാനൊരു പ്രാവശ്യം കല്യാണം കഴിച്ചതാണ് സാർ എന്ന് പറയും. അതിനെന്താ നിന്റെ ഭാര്യനെയും കൂട്ടി വന്ന് ഒന്നുകൂടെ കെട്ടെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ സച്ചി പറയുന്നു, അയ്യോ ഒരു പ്രാവശ്യം കെട്ടിയത് തന്നെ മതിയായി, ഇപ്പം എൻ്റെ ജീവിതം ബ്രേക്ക് ഇല്ലാത്ത ഓട്ടോ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിക്കാം നമുക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ്, എടാ പൂമാലയൊക്കെ കിട്ടുമല്ലോ എന്ന് അനൂപിനോട് ചോദിക്കുന്നത്. അപ്പം അനൂപ് പറയുന്നുണ്ട്, അവൻ ഒരു പെണ്ണായിട്ട് പ്രണയത്തിലായിരുന്നു, അപ്പോൾ ഇപ്പം അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എല്ലാവരും ഒളിച്ചോടിപ്പോയി എന്നാ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ഇയാൾക്ക് ദേഷ്യം വരുവേ. അനൂപിൻ്റെ കഴുത്തിൽ കയറി പിടിച്ച് ചീത്ത പറയുവാണ്, എന്താടാ മറ്റന്നാളെ കല്യാണം വെച്ചിട്ട് ഇന്നിപ്പോൾ 500 നീ അവനെ ഒളിച്ചോടാൻ സമ്മതിക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അനൂപിനെ ചീത്ത പറയുവാണ്. അനൂപ് അപ്പം ആ സമയത്ത് സച്ചിയെ നോക്കും. സച്ചിയെ നോക്കിയിട്ട് പറയും, എടാ നിന്റെ ഭാര്യ നല്ലോണം പൂമാല കെട്ടത്തില്ലേ, ഒന്ന് സഹായിക്കടാ, അവളോട് ഒരു 500 പൂമാല ഒന്ന് കെട്ടിത്തരാൻ പറയടാന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ആലോചിക്കുവേ. കാരണം അധികം സമയമൊന്നും ഇല്ലല്ലോ, എന്നാലും വലിയൊരു ഓർഡറാണ് വന്നത് താനും, അതുകൊണ്ട് തന്നെ സച്ചിക്ക് പറ്റില്ല എന്ന് പറയാനും പറ്റില്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴേക്കും അയാൾ പറയും, എടാ 25,000 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്ക്, പറഞ്ഞ സമയത്തിന് മാല എത്തിക്കണമെന്നൊക്കെ സച്ചിയോട് പറയുന്നുണ്ട്. അപ്പം സച്ചിയും സമ്മതിക്കും, കാരണം വലിയൊരു ഓർഡറാണ് വന്നിരിക്കുന്നതല്ലോ. അപ്പോൾ സച്ചി സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ 25,000 രൂപ അഡ്വാൻസ് കൊടുക്കുമ്പോൾ സച്ചിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. സച്ചി അതുകൊണ്ട് അങ്ങോട്ട് ഓടി പോവാണ് വീട്ടിലോട്ട്. എന്നിട്ട് സച്ചി ഈ വിവരം പറയാൻ വേണ്ടി വീട്ടിലോട്ട് ഓടി വരുവാണ്ടോ, അച്ഛനെ കിടിച്ച് തെറിപ്പിച്ചൊക്കെയാണ് വരുന്നത്. അപ്പം അച്ഛൻ പറയും, ഇതെന്താടാ എക്സ്പ്രസ്സോ? അപ്പോൾ സച്ചി പറയും, അച്ഛാ രേവതിയെ വിളിക്കച്ചാന്ന് പറയും. രേവതിയോ? നിനക്ക് വിളിച്ചൂടെ, നിന്റെ വായിൽ എന്താന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അച്ഛാ ഞാൻ വിളിക്കില്ല, ഞങ്ങൾ തമ്മിലൊരു ചെറിയ പ്രശ്നമുണ്ട്, അച്ഛൻ വിളിക്കച്ചാന്ന് പറയും. അപ്പോഴേക്കും അച്ഛൻ വിളിക്കും രേവതിയെ. രേവതി വരുമ്പോഴേക്കും സച്ചി പറയും, അച്ഛാ പൂമാലയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രേവതി പറയും, പൂമാലയുടെ ഓർഡറോ? രേവതിക്ക് സന്തോഷം, വലിയ ഓർഡറാണ് അച്ഛാ, 500 പൂമാല. സാധാരണ ഒരാൾ ഒളിച്ചോടി പോയാൽ എല്ലാവർക്കും സങ്കടമായിരിക്കും, പക്ഷേ ഇവിടെ ഈ ലാസ്റ്റ് നിമിഷം പൂവട്ടനാൾ ഒളിച്ചോടിപ്പോയി, അതുകൊണ്ട് നമുക്കൊരു നല്ലത് സംഭവിച്ചിരിക്കുകയാണ്. ചിത്രവും വലിയ ഓർഡർ, അതേ അഡ്വാൻസും തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് രേവതിക്ക് അഡ്വാൻസ് ഒക്കെ കൊടുക്കുകയെ. ഇത് അച്ഛമുഖേനെയാണ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, കാരണം 2 പേരും നേരിട്ട് വഴക്കാണല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിഞ്ഞിട്ട് സച്ചി അഡ്വാൻസ് രേവതിക്ക് കൊടുക്കും. രേവതി നല്ലോണം പ്രാർത്ഥിച്ചിട്ടൊക്കെ അഡ്വാൻസ് മേടിക്കും. അപ്പോൾ എന്ത് ചോദിക്കും, അച്ഛാ എത്ര രൂപയാവും എന്നൊക്കെ ചോദിക്കച്ചാന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അത് സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പൂവിന്റെ വില. അപ്പോൾ സച്ചി പറയും, ഇപ്പൊ എത്ര വിലയാണെന്ന് ചോദിക്കച്ചാ. അപ്പൊ പറയും, ഇപ്പൊ ഒരു മാലക്ക് 1000 രൂപ വരും, അപ്പൊ 500 മാലക്ക് ഒരു 5 ലക്ഷം രൂപയെങ്കിലും വരുമെന്ന് പറയും. സച്ചി പറയും, കുഴപ്പമില്ലച്ചാ നല്ലതാ. അപ്പൊ പറയും, എത്ര മാലയുടെ നിനക്ക് വേണ്ടതെന്ന് പറയും. 500 മാലയുടെ കാര്യം പറയണം. അപ്പൊ സമൂഹ വിവാഹത്തിന്റെ കാര്യമൊക്കെ പറയുവേ. അപ്പൊ രേവതി ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം, നല്ല കാര്യത്തിനല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുവേ. എന്നിട്ട് രേവതി പറയുവാണ്, അച്ഛൻ ഇനി എപ്പോഴത്തേക്കാ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, അച്ഛൻ മറ്റന്നാളെ രാവിലെ 9 മണിക്ക് വേണം മാല എന്ന് പറയുമ്പോഴേക്കും രേവതി ഞെട്ടിപ്പോകുകയെ. കാരണം മറ്റന്നാളെ രാവിലത്തേക്കോ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കെട്ടിത്തീരാനാ, എനിക്ക് സഹായിക്കാൻ കുറച്ച് പേരൊക്കെ വേണം എന്നൊക്കെ പറയും. രേവതി ആദ്യം വേണ്ടാന്നൊക്കെ പറയും. അപ്പൊ സച്ചി പറയും, എന്നാൽ പൈസയും കൂടെ ഞാൻ തിരിച്ചു കൊടുത്തേക്കാം, അവർ വേറെ ആരെങ്കിലും നോക്കട്ടെ എന്ന് പറയും. അപ്പൊ രേവതി പറയും, വേണ്ട, ഇത്രയും വലിയ ഓർഡർ നഷ്ടപ്പെടുത്തണ്ടല്ലോ, ഞാൻ സഹായത്തിന് കുറച്ച് പേരെയും കൂടി വിളിച്ചിട്ട് തീർത്തോളാം അച്ഛാ, വണ്ടി വേണ്ടി വരും, നാളെ വണ്ടി വേണം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ വേണം. അപ്പൊ സച്ചി പറയും, എൻ്റെ ഓട്ടോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൂവൊക്കെ മേടിക്കാൻ വേണ്ടി പോകാൻ കുഴപ്പമൊന്നുമില്ല, പൂമാല കെട്ടിക്കാനിട്ട് കൊണ്ടുപോകാൻ വേറെ വണ്ടി മേടിക്കാന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഏതായാലും രേവതിക്കും സച്ചിക്കും നല്ല സന്തോഷമായിട്ടുണ്ട്. പക്ഷെ പരസ്പരം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയിട്ടില്ല. രവീന്ദ്രൻ മുഖേനയാണ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയത്. ലാസ്റ്റ് രവീന്ദ്രൻ ഞാൻ എന്നാ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നന്ദിയും പറഞ്ഞ് മുകളിലോട്ട് പോകുവാണ്. എന്നിട്ട് ഇവര് നല്ല സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുവാണേ. ശ്രുതിയും കൂടി റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ശ്രുതി പറയുവാണ്, എന്തിനെങ്ങനെ നടക്കുന്നത്, ഓട്ടോ പോകാലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഓട്ടോ കാശ് ശ്രുതിയുടെ കയ്യിലുണ്ടോ, നടന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി പറയുവാണ്, ഞാൻ കാനഡയിൽ പോയി നമുക്കൊരു കാർ മേടിക്കാം, അപ്പോൾ കാനഡയിൽ പോയി കഴിഞ്ഞാൽ നിനക്കായാലും ആ കാർ യൂസ് ചെയ്യാലോ എന്ന് പറയുമ്പോൾ ശ്രുതി ചീത്ത പറയുവാണ്, ശ്രുതി ഈ കാനഡയിൽ പോകുന്ന കാര്യമൊന്നും മിണ്ടാതെ, ശ്രുതിയുടെ കയ്യിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശുണ്ടോ, അങ്ങനെയാണെങ്കിൽ പൊക്കോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിന്റെ അച്ഛനോട് ചോദിച്ചാൽ എനിക്ക് പൈസ തരുമല്ലോ, 15 ലക്ഷം റൗണ്ടാക്കി ചോദിക്കുക, അപ്പം എനിക്ക് ചെലവിനുള്ള കാശും കൂടി ആവും എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിക്ക് അധ്വാനിക്കാൻ അറിയില്ല, അധ്വാനിച്ച് കാശുണ്ടാക്കിയാലേ അതിൻ്റെ വില അറിയത്തുള്ളൂ, എനിക്ക് വയ്യ എൻ്റെ അച്ഛനോട് കാശ് മേടിക്കാൻ, വീടിൻ്റെ ആധാരം എടുപ്പിക്കാൻ തന്നെ ഞാൻ കാശ് മേടിച്ചു, ഇനി ഞാൻ മേടിക്കില്ല എന്നാണ് ശ്രുതി പറയുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാൻ കാനഡയിൽ പോകുന്നില്ല, എനിക്ക് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ എന്തെങ്കിലും കാശ് മേടിച്ചതാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുവാണ്, ആദ്യം ശ്രുതി എവിടെയെങ്കിലും ഒരു 6 മാസമെങ്കിലും ഒരു ജോലിക്കൊന്ന് സ്ഥിരമായിട്ട് നിൽക്ക്, എന്നിട്ട് നമുക്ക് ബിസിനസ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കാന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്താണെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ശ്രുതി ഒന്ന് ചോദിക്കുക, എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ഞാനെന്താ ബിസിനസ്സിന് കൊള്ളരുതാത്തവനാണെന്നാണോ നിന്റെ വിചാരം എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ, അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അച്ഛൻ റിട്ടയർ ആയപ്പോൾ കിട്ടിയ 50 ലക്ഷം രൂപയും കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചെന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, വീട്ടിലെ സച്ചി എന്നെ ഇത് പറഞ്ഞ് കുത്തി നോപ്പിക്കും,
ഇപ്പം നീയും തുടങ്ങി എന്ന് പറഞ്ഞ് ശ്രുതി വഴക്കിട്ട് പോവാണ് റോട്ടിൽ കൂടി. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയും ശ്രുതിയാണ്. വീട്ടിലിരുന്ന് ചന്ദ്ര ഫേസ് പാക്ക് ഇടുവാണ്. ശ്രുതിയാണ് ചന്ദ്രക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നത്. ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇത് ഇട്ട് കഴിഞ്ഞാൽ മുഖത്തെ ഡെഡ് സ്കിൻസ് ഒക്കെ പോകും, രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ആന്റിക്ക് ഒരു 10 വയസ്സ് കുറവുള്ളതായിട്ട് തോന്നുന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രക്ക് സന്തോഷവും. ചന്ദ്ര പറയും ഫുൾ പാക്ക് ഇട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് വർഷയും ശ്രീകാന്തിനെയാണ്. വർഷ AC ഒക്കെ ഇട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങുവാണ്. ശ്രീകാന്തിനാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല, ശ്രീകാന്തിന് AC ഇഷ്ടമില്ല. അപ്പോൾ ശ്രീകാന്ത് എടുത്ത് AC ഓഫ് ചെയ്യും. വർഷക്കാണെങ്കിൽ AC വേണം, വർഷ എടുത്ത് സ്വിച്ച് ഓൺ ചെയ്ത് പിന്നെയും AC ഇടും. ശ്രീകാന്ത് AC ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് വർഷ കേൾക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര തല്ലുപിടുത്തമാണ്. കുറെ നേരം AC ഇട്ടും പൂട്ടിയൊക്കെ കളിക്കും. അങ്ങനെ ലാസ്റ്റ് AC റിമോട്ട് തള്ളി താഴെ വീഴും. തല്ലു പിടിക്കുമ്പോഴേക്കും താഴെ വീഴും. ആ ടൈമിൽ കറണ്ട് പോകും കേട്ടോ. പിന്നെ അവിടെ നല്ല നീ കാരണോ കറണ്ട് പോയെന്നൊരു പറച്ചിലാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രേവതിയാണ്. കറണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും എഴുന്നേക്കുമല്ലോ. എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും രേവതി ഇങ്ങനെ മെഴുകുതിരിയും കൊണ്ട് വരുവാണ്. ആ ടൈമിൽ സച്ചിയും മോളിൽ കൂടി ഇറങ്ങി വരും. എന്നിട്ട് മെഴുകുതിരിയും പിടിച്ച രേവതിയെ കാണുമ്പോഴേക്കും സച്ചി അങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊരു പാട്ടൊക്കെ ഉണ്ട്, നമ്മുടെ ഒരു മെഴുതിരിയുടെ ആ പാട്ടൊക്കെ. അതൊക്കെ ഇട്ടിട്ടാണ് ആ സീൻ കാണിക്കുക. നല്ല അടിപൊളിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.